വീക്കെൻഡ് ഒക്കെ ആയി കേട്ടോ. അപ്പം നമുക്കൊരു ലഞ്ച് ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ചോറിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പം ചോറ് ഇങ്ങനെ കുക്കായി വരുന്നേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ പൊട്ടറ്റോ ഒരു വിസിലൊക്കെ കഴിഞ്ഞ് തൊലിയൊക്കെ മാറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കറിയായിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഫിഷ് കറി ഉണ്ടാക്കാം. നമുക്ക് നെയ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നെയ്മീൻ ഫിഷ് കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് എല്ലാം ഭയങ്കര സ്പീഡിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിൾ ഒരു ടേസ്റ്റി ഒരു മീൻകറി ഉണ്ടാക്കാം. ഇത് തലേന്നൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. പിന്നെ പൊട്ടറ്റോ മെഴുക്കുവരട്ടിക്ക് വേണ്ടി കുഞ്ഞുള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിങ്ങനെ മൂപ്പിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെഴുക്കുവരട്ടിയാണ് ഈ പൊട്ടറ്റോ മെഴുക്കുവരട്ടി. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഈ പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും ഒരു തൈരും ചമ്മന്തി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഞാൻ ചമ്മന്തി അരയ്ക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാ ചമ്മന്തിയാണ്. പിന്നെ ഫിഷ് ഫ്രൈ വറക്കുന്നുണ്ട്. അത് നമ്മുടെ നെയ്മീൻ തന്നെയാണ്. നെയ്മീൻ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് സൈഡിൽ കൂടെ. അങ്ങനെ ഫൈനലി നമ്മുടെ ലഞ്ച് ഇതാണ് കേട്ടോ. ചോറുണ്ട്, കറിയുണ്ട്, തൈര്, ചമ്മന്തി, പൊട്ടറ്റോ മെഴുക്കുവരട്ടി, ഫിഷ് ഫ്രൈ, പപ്പടം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.